ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കല്ലുമ്മക്കായ വെച്ചിട്ടുള്ളതാണ്. കല്ലുമ്മക്കായ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യും, റോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ അരി നിറച്ചിട്ട് അങ്ങനെ പൊരിക്കുന്നുണ്ട്. കല്ലുമ്മക്കായ എന്ന് നമ്മളിവിടെ പറയും, പല സ്ഥലത്തും കടുക്ക എന്നൊക്കെ പറയുന്നുണ്ട്, ചിപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കല്ലുമ്മക്കായ വെച്ചിട്ട് നല്ല അടിപൊളി വരട്ടിയതാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കല്ലുമ്മക്കായ വരട്ടിയത് എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് ഈ കല്ലുമ്മക്കായ ഇതേപോലെ തന്നെ വേവിച്ചെടുത്തിട്ട്, അതായത് ഒരു പാത്രത്തിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് പിന്നെ ആ ഒരു ഇത് കല്ലുമ്മക്കായൻ്റെ ഇറച്ചി അങ്ങ് ചുരുങ്ങി വരും. അപ്പോൾ അത് അടർത്തിയെടുത്തിട്ട് എന്തൊക്കെയാണോ ഉണ്ടാക്കേണ്ടത് അത് ഉണ്ടാക്കുക. ഫ്രൈ ആണെങ്കിലും റോസ്റ്റ് ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ വരട്ടിയതാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാം. ഇതല്ലാണ്ട് വേറൊന്നെന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ ഇതേപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതൊന്ന് അടർത്തിയെടുക്കണം. അടർത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പാമ്പനൊക്കെ എടുത്ത് മാറ്റണം. പാമ്പൻ എന്നാണ് നമ്മൾ പറയാൻ, ഉള്ളിലുള്ള ആ ഒരു ഞരമ്പ് പോലത്തെ ഒരു സാധനം വരും. വയറുവേദന ഉണ്ടാവും എന്ന് പറയും ഇത് വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റിയേക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കല്ലുമ്മക്കായൻ്റെ തന്നെ തോട് വെച്ചിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഇതേപോലെ അടർത്തിയെടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ കല്ലുമ്മക്കായും അടർത്തിയെടുത്തിട്ട് അതിന് കല്ലുമ്മക്കായൻ്റെ തോട് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലഷിങ് അടർത്തിയെടുത്തേക്കണം. പിന്നെ ഈ കല്ലുമ്മക്കായ, ചെമ്മീൻ ഇതൊന്നും ഒരുപാട് വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുലുക്കി കഴുകിയെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ അടർത്തിയെടുക്കാം. തോടൊന്ന് ഇങ്ങനെ അടർത്തിയെടുക്കുക. അതാ കണ്ട, ഇതേപോലെ കിട്ടും. അങ്ങനെ ഇതാ കല്ലുമ്മക്കായെല്ലാം ഞാനിങ്ങനെ അടർത്തിയെടുത്തതിന് അതിൻ്റെ കൂടെ തന്നെ കല്ലുമ്മക്കായിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അത് കളയണ്ട, നമുക്ക് കറിയിൽ ആവശ്യമാണ്. അടിപൊളി ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഈ നടുക്ക് കാണുന്ന ആ ഒരു ചേറ് പോലത്തെ ഉണ്ടാവും, അത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കട്ട് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വരട്ടിയത് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്. വെളിച്ചെണ്ണയാകുമ്പം കുറച്ചും കൂടെ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും, ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് കടുകും ഇട്ട് കൊടുത്തിന്. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതൊരു കുറേയൊന്നും വേണ്ട, സവാളയൊന്നും നമ്മളിങ്ങനെ ഒരു കൈപ്പിടിയിലെടുക്കുന്ന അത്രയും മതി. ഒരു 2 പച്ചമുളകും ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഉള്ളിയും അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അത്യാവശ്യം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നോട്ടെ. നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിനെ. ഇനിയിപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മുളകിൻ്റെ പേസ്റ്റ് ഒന്ന് റെഡിയാക്കണം. മുളക് പൊടിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക, പക്ഷേ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇടുമ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നിർബന്ധമില്ല, ചേർത്താൽ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് എന്താ പറയുക, നമ്മൾ അടർത്തിയെടുത്തിട്ടുള്ള കല്ലുമ്മക്കായ ആ വെള്ളത്തോടു കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കിയിട്ടുള്ള ആ മുളകിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് എന്താ പറയുക, എക്സ്ട്രാ വെള്ളം നമുക്കൊരു ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ഒരു ഗ്രേവിയിൽ തന്നെ കിടന്നിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് വറ്റി വന്ന് ഒന്ന് കുക്കായി വരണം. കല്ലുമ്മക്കായൊന്നും കുക്കാവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, എന്നാലും ഒരു 5-8 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിന്. ഇനിയിപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ കല്ലുമ്മക്കായൻ്റെ വെള്ളം കൂടെ വന്നപ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഒരുപാട് സമയമൊന്നും ഇനി വെക്കണമെന്നില്ല, ഒരു 5-8 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ കല്ലുമ്മക്കായ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചാറൊക്കെ കുറുകീന്. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില മല്ലിയില ഒക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് എന്താ പറയുക, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ വരട്ടിയത് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിന് നമുക്ക് വെറുംചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി വെള്ളാപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറ. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റാ.